ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഡിസംബർ 11-നാണ് നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡിസംബർ 11-ലേക്ക് ഇനി 70 ദിവസം പോലും തികച്ചില്ല. 60+ ഡേയ്സ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള സമയം വളരെ ചുരുങ്ങിയതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് പൂജയുടെ അവധിയും അതേപോലെ ഒരുപാട് ലീവുകളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ജില്ലാ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും സമയമൊക്കെ അതേപോലെ പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓണം എക്സാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻസർ കീ ലൈവിലൊക്കെ നിങ്ങൾ കുറേ പരാതികൾ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആയിരുന്നു, മോഡൽ എക്സാമിന് എങ്ങനെയാണോ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ കണ്ടത് അതേ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല, വീട്ടിൽ വഴക്ക് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ സങ്കടങ്ങൾ നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മക്കളെ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇതേപോലെ സങ്കടങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സമയത്ത് നിങ്ങളുടെ വിഷമമായിട്ടല്ല ഫീൽ ചെയ്യാതെ ജസ്റ്റ് എക്സ്ക്യൂസ് മാത്രമായിട്ട് മാറും. കാരണം എന്തുകൊണ്ടാണ്? ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാഠം കിട്ടി, എക്സാം എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടി. എന്നിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കാതെ പോയിട്ട് ക്രിസ്മസ് എക്സാം എഴുതിയിട്ട് വന്ന് ഇങ്ങനെ നമ്മൾ പരാതി പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? അത് വെറും നമ്മുടെ എക്സ്ക്യൂസ് മാത്രമായിട്ട് എല്ലാവരും അത് കാണുള്ളൂ. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റാത്തത്, അങ്ങനെയാണ്, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ അങ്ങനെ ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അതേപോലെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം മക്കളെ, ഓണം എക്സാം പോലെയല്ല ക്രിസ്മസ് എക്സാമിലേക്കുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്റേഴ്സുമാണ്. നമ്മുടെ മുന്നിലുള്ള സമയം വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ടാണ് മക്കളെ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് പഠിച്ച് പിറ്റേ ദിവസം പോയി എക്സാം എഴുതാം എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല സ്റ്റാൻഡേർഡായി വരികയാണ്, നിലവാരം ഉയർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ പഠിക്കുന്ന രീതി എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് പഠിച്ചു തീർക്കാന്നുള്ള പ്ലാൻ അല്ല എടുക്കേണ്ടത്. എക്സാമിന് ഒരു നവംബർ പകുതിയോടുകൂടി തന്നെ നിങ്ങളുടെ സിലബസ് മൊത്തം നിങ്ങൾ പഠിച്ച് ക്രിസ്മസ് എക്സാമിനുള്ള സിലബസ് കംപ്ലീറ്റ് പഠിച്ച് തീർത്താലാണ് നിങ്ങൾക്ക് റിവിഷനുള്ള സമയം കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുമോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക, അതല്ലെങ്കിൽ റിക്കോൾ ചെയ്തെടുക്കാതെ നമ്മുടെ ബ്രെയിനിൽ ഈ സാധനം മറന്നു പോകും. നമ്മളൊരു സാധനം പഠിച്ചു വെച്ചു, അതവിടെ സ്റ്റോർ ചെയ്തു, പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതിവിടെ ഇരിക്കില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ താനെ മറന്നു പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എടുത്ത് നോക്കണം. എന്നാലാണ് നമുക്കൊരു പരിചയം പുതുക്കിയാൽ മാത്രമാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക മക്കളെ, നേരത്തെ സിലബസ് കവർ ചെയ്യുക. അതിനുശേഷം ആ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനും റിവൈസ് ചെയ്യാനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും. കുറേ പേർക്ക് പറ്റിയൊരു പ്രശ്നം എക്സാം എഴുതാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾക്ക് 2 മണിക്കൂറാണ് എക്സാമിൻ്റെ സമയം, അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അപ്പോൾ നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ എക്സാമിനോടുള്ള പേടി മാറുള്ളൂ. പൊതുവേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഷൻ വരും. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾ പോലും മറന്നു പോകും. അപ്പോൾ നമുക്ക് ഈ വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങളാവണമെങ്കിൽ നമ്മൾ ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാതെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ധാരാളം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച അതേ മോഡലുള്ള ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് വരും. ആ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ അത് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിവിഷന് സമയം കാണണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഓണം എക്സാം ബുദ്ധിമുട്ടായ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാം നല്ല രീതിയിൽ എളുപ്പമാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബാച്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ, കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. നവംബർ പകുതിയോടുകൂടി തന്നെ നമ്മുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും, ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യും. അതിനുശേഷം റിവിഷൻ ആയിട്ടുള്ള ലൈവുകളായാലും അതേപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും വർക്ക്ഷീറ്റും മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നതാണ് നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ഓൾറെഡി ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പഴയ ക്ലാസ്സുകൾ കിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ മക്കളെ, നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും അധികം വൈകാതെ തന്നെ ജോയിൻ ചെയ്യാനാണ് മിസ്സിന് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇനിയും വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബാക്ക്ലോഗ്സ് വരും. അപ്പോൾ അത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ പെൻഡിങ് വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു തീർക്കാനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ബാച്ചിലുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനും ടൈം ടേബിൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതല്ലാത്ത ഒരാൾക്ക്
ഇല്ലാതാണ് ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം, ഇത്ര ദിവസം കൊണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള പ്ലാൻ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക. നമുക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. അത് നെഗറ്റീവ് ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇനിയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. അത് പാഴാക്കി കളയാതെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ക്രിസ്മസ് എക്സാം, നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു അവസ്ഥ പോലെ നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയരുത് വളരെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റി എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ലീവുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പൂജയുടെ ലീവൊക്കെ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ സൺഡേ ഒക്കെ സാറ്റർഡേ ഒക്കെ ലീവുള്ള സമയം കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ ടൈം കണ്ടെത്തി നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വളരെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ബാച്ചിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിലേക്കൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവരും ഈ ഒരു നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ. നന്നായിട്ട് പഠിക്കാം.